നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് കിതാബ് തൗഹീദിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഒന്ന് രണ്ട് അധ്യായങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതില് അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടൽ ശിർക്കാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടൽ ശിർക്കാകുന്നു. നമ്മൾ മനസ്സിലാക്കി വന്ന തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയം അതിന്റെ ചില തെളിവുകൾ സഹിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിലാണ് ഈ കിതാബ് തൗഹീദിന്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിൽ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണ് ഒന്നാമത് കൊടുത്തിട്ടുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടൽ ശിർക്കാകുന്നു എന്നതിന് തെളിവായി കിതാബ് തൗഹീദിൽ കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ ജിന്ന് 72-ാം അധ്യായമായ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പറയാണ്, മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ, ചില വ്യക്തികൾ, യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, അവർ ജിന്നുകളിൽപ്പെട്ട ചിലരോട് അഭയം തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അങ്ങനെ അത് അവർക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. അഥവാ മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ടവരോട് സഹായം തേടിയപ്പോൾ ആ ജിന്നുകൾക്ക് തന്നെ അവർക്ക് വലിയ ഒരു ഗർവ് അവർക്കത് അനുഭവപ്പെട്ടു എന്നാണ് സൂറത്തുൽ ജിന്നിലെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇതിന്റെയൊക്കെ വിശദീകരണത്തിൽ മാലി മൗലവി തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജിന്നുകളെ കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ശൈത്താനെ കുറിച്ചും ഇന്ന് പലരിലും കണ്ടുവരുന്നത് പോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശ നിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടുത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ ആയത്തിന്റെ ഒരു അവതരണ പശ്ചാത്തലമായിട്ടാണ് അത് വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ ജിന്നുകളെ കുറിച്ച് അവരിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, തെറ്റായ വിശ്വാസമാണ്. താഴ്വരകളിലൂടെ അല്ലെങ്കിൽ വിജന പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകാം, ജിന്നുകൾ ഉണ്ടാകാം എന്ന സങ്കല്പം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെ നടന്നു പോകുന്ന ജിന്നുകൾ ഉപദ്രവിക്കും എന്ന ഒരു തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു. ആ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാനായിട്ട് അവർ ആ ജിന്നുകളോട് തന്നെ അഭയം തേടുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞ വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ അവിടെ ജിന്നുകൾ ഉണ്ടാകും, പിശാചുക്കൾ ഉണ്ടാകും. അപ്പൊ മനുഷ്യരുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഗർവ് തോന്നിപ്പോയി, അഥവാ അവരൊരു വലിയ സംഭവമാണെന്നാണല്ലോ അവിടെ ആ വിഡ്ഢികളായ മനുഷ്യരുടെ പ്രവർത്തനം മൂലം ഇവർക്ക് തന്നെ തോന്നിപ്പോയി, ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾ എന്തോ വലിയ ആളുകളാണ് എന്ന രീതിയിൽ അവർക്ക് ഗർവ് വർദ്ധിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ജിന്ന്, പിന്നെ പിശാജ്, അതേപോലെയുള്ള പിന്നെ സൃഷ്ടികളെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, സംശയങ്ങൾ, കള്ളക്കഥകള്, കുപ്രചരണങ്ങൾ, അതേപോലെ പിന്നെ കെട്ടുകഥകള്, മനുഷ്യരെ പേടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ പലതും പല കാലത്തുമൊക്കെ സമൂഹത്തിൽ പ്രചരിക്കാറുണ്ട്. ഇന്നും അതിന് കുറവൊന്നുമില്ല. ഇന്നും പിന്നെ മനുഷ്യരെ ഇത്തരത്തില് ഉപദ്രവിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യരെ ഏതെങ്കിലും തരത്തിലേക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവരെ പിന്നെ പല രൂപത്തിൽ ഉപദ്രവിക്കുന്ന, ആ രൂപത്തിലുള്ള ഉപദ്രവത്തിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടാനായിട്ട് മനുഷ്യർ പല പ്രവർത്തനങ്ങളും പിന്നെ ചെയ്തു വെക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ
യഥാർത്ഥത്തിൽ പിന്നെ ഈ ജിന്നുകളോട് തന്നെ അതിൽ നിന്ന് രക്ഷ തേടുന്ന, ജിന്നുകളോട് തന്നെ അതിൽ നിന്ന് അഭയം തേടുന്ന ഒരു സമ്പ്രദായം ആ ആളുകളിൽ നിലനിന്നിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് അവര് താഴ്വരയുടെ ജിന്നെ എന്നൊക്കെ ഇതിന്റെ പിന്നെ തഫ്സീറുകളിലൊക്കെ കാണാം. താഴ്വരയിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ താഴ്വരയുടെ ജിന്നെ അല്ലെങ്കിൽ ഈ താഴ്വരയുടെ നേതാവായ ജിന്നെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവര് രക്ഷ തേടുമായിരുന്നു എന്നൊക്കെ ഇതിന്റെ തഫ്സീറുകളിൽ കാണാം. എന്നാൽ ഇവിടെ പിന്നെ ഒരു വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് വളരെ കൃത്യമായി ഇപ്പൊ ഇതില് ഈ ആയത്ത് കൊടുത്തതിന് ശേഷം കിതാബ് തൗഹീദില് ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൻ നസല മൻസിലൻ, ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങി, ഫഖാല, എന്നിട്ട് അയാൾ പറയാണ്, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ, അള്ളാഹു സൃഷ്ടിച്ചവയിലെ കെടുതികളിൽ നിന്ന് അവന്റെ പരിപൂർണ വചനങ്ങളാൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, ലം യദുർറുഹു ഷൈഉൻ, അവനെ യാതൊന്നും ഉപദ്രവിക്കില്ല, ഹത്താ യർഹല മിൻ മൻസിലിഹി ദാലിക, അവൻ താൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് യാത്രയാകുന്നത് വരെ ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കില്ല എന്നാണ്. അപ്പൊ ഇത് ഒരു ഏതൊരു കാര്യത്തിൽ, അത് പിശാചാകട്ടെ, ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, ഏത് ഉപദ്രവങ്ങളാകട്ടെ, ഏത് പ്രയാസങ്ങളാകട്ടെ, മനുഷ്യനോട് അഭയം തേടാൻ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടാണ്. ഇപ്പൊ ജിന്നുകൾ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ മനുഷ്യര് കാണുന്ന സൃഷ്ടികൾ പോലുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടാണ് അഭയം തേടേണ്ടത്. ആ അഭയ തേട്ടം അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ അത് ശിർക്കാണ് എന്നത് വിശദീകരിക്കുന്ന ഒരു ആയത്താണ് ഈ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്. ഇതിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ പിന്നെ ഇന്ന് ചില ആളുകളൊക്കെ പറയുന്നത് പോലെ പിന്നെന്താണ്, ചില ഭൗതിക സഹായം, അഭൗതിക സഹായം എന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. കാരണം അവിടെ അതൊന്നും വേർതിരിച്ചിട്ടില്ല. എന്ത് അഭയം തേട്ടമായിക്കൊള്ളട്ടെ, എന്ത് സഹായ തേട്ടമായിക്കൊള്ളട്ടെ, ജിന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭയ തേട്ടങ്ങളെ കുറിച്ച്, ഇസ്തിഗാസകളെ കുറിച്ച്, സഹായ തേട്ടങ്ങളെ കുറിച്ച് എല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഷിർക്കാണ് എന്ന് തന്നെയാണ്. ഷിർക്കല്ലാത്തതായിട്ടുള്ള ഒരു സഹായ തേട്ടവും അല്ലെങ്കിൽ ഒരു അഭയ തേട്ടവും ഒരു തരത്തിലും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഇസ്ലാം സംസാരിച്ചിട്ടില്ല. മറിച്ച് ഇത് ഷിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകളാണ് ഖുർആനിലാകട്ടെ ഹദീസുകളിലാകട്ടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം മനുഷ്യന് അതിന്റെ ആവശ്യവും ഇല്ല. മനുഷ്യൻ അള്ളാഹുവിനോട് രക്ഷ തേടാനുള്ളവനാണ്. അതിനുവേണ്ടി ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ ഹദീസുകൾ പരിശോധിച്ചാൽ അഊദ് കൊണ്ട് തുടങ്ങുന്ന എത്ര പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇപ്പം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാ, നീ പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഫസ്തഇദ് ബില്ലാ, അള്ളാഹുവോട് നീ അഭയം തേടണമെന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ പിന്നെ നമ്മൾ ബാത്റൂമിൽ ഒക്കെ പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അതേപോലെ എത്ര പ്രാർത്ഥനകളാണ് അഊദു കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടാനായി പഠിപ്പിക്കുന്ന ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും വല്ല സ്ഥലത്തും പോയി ഇറങ്ങി, അത് ചിലപ്പോൾ അവന് പരിചയം ഉള്ളതോ പരിചയം ഇല്ലാത്തതോ ആയ പല ദേശങ്ങളാകാം, പല സ്ഥലങ്ങളാകാം. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അവന് പിന്നെ എന്തെങ്കിലും പേടിയോ ഭയപ്പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ പോലും അവൻ പ്രാർത്ഥിക്കേണ്ടതും അവൻ സഹായം തേടേണ്ടതും അവൻ അഭയം തേടേണ്ടതും അള്ളാഹുവിനോടാണ്, അള്ളാഹുവിനോടായിരിക്കണം എന്നാണ് പിന്നെ ഈ ആയത്തും അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതില് ഈ അധ്യായത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പിന്നെ പിന്നെ നമ്മുടെ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള. അതൊന്ന് സൂറത്തുൽ ജിന്നിലെ, അഥവാ അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടൽ ശിർക്കാകുന്നു എന്ന് പഠിപ്പിക്കാൻ പിന്നെ ഒരു സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്തും അതിനുശേഷം ഈ ഒരു പ്രാർത്ഥന അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അതിലെല്ലാ അഭയ തേട്ടങ്ങളും വന്നു എന്നാണ്. അഊദു ബി കലിമാത്തില്ല, അള്ളാഹുവിന്റെ പരിപൂർണ വചനങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതായ ഏതൊന്നിൻ്റെതും, ഏത് സൃഷ്ടിയാകട്ടെ, അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന്,
ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ അവനോട് കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതല്ലാത്ത നിലയിലുള്ള ഏത് സഹായ തേട്ടങ്ങളും നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അത് നമ്മള് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ താക്കീത് നൽകിയിട്ടുള്ള വൻ പാപങ്ങളിൽ ഒന്നാമതായി പഠിപ്പിച്ചിട്ടുള്ള ഷിർക്ക് നാം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നിസ്സാരമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അല്ല, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഇത്തരത്തിലുള്ള ഇത് നമുക്ക് ഒരുപക്ഷെ തോന്നും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ താക്കീത്, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും ഉള്ളതാണ്. ചിലപ്പോൾ ഹിദായത്തിലായിരുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ തെറ്റിപ്പോകുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത ഒന്ന് രണ്ട് അധ്യായം കൂടി ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. അടുത്ത അധ്യായത്തിലും അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന ശിർക്കാകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടൽ ശിർക്കാകുന്നു എന്നാണ്. അടുത്ത അധ്യായത്തിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്നാണ്. അപ്പം രക്ഷ തേടുക എന്നത് ഒരു ഭാഗമാണ്. ആ സഹായാർത്ഥന നടത്തുക എന്നത് റേഞ്ച് കട്ടായി കട്ടായി പോകുന്നു, കോള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹു അല്ലാത്തവരോട് അഭയം തേടുന്നത് ഷിർക്കാണ് എന്നതാണ് സൂറത്തുൽ ജിന്നിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന ഷിർക്കാകുന്നു എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ള ആയത്ത് വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. വലാ തദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നീ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. മാലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്ത, നിനക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത യാതൊന്നിനെയും അള്ളാഹുവിന് പുറമെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫൈൻ ഫഅൽത ഫഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, നീ അങ്ങനെ ചെയ്താൽ നീ അക്രമകാരികളുടെ കൂട്ടത്തിലാണ്. വൈ യംസസ്ക അല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അള്ളാഹു എന്തെങ്കിലും ഒരു ദുർറ് നിനക്ക് ബാധിപ്പിച്ചാൽ, നിന്നെ അത് സ്പർശിച്ച എന്തെങ്കിലും ഒരു ഉപദ്രവം അത് അള്ളാഹു നിനക്ക് ഉദ്ദേശിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നവനില്ല. വയുരിദുക ബിഖൈരിൻ, ഇനി അള്ളാഹു ഒരു ഖൈർ, ഒരു നന്മ നിനക്ക് ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അള്ളാഹുവിനല്ലാതെ ആ നന്മ തടുക്കാൻ, അത് തടുത്തു കളയാനും കഴിയുകയില്ല. യുസീബു ബിഹി മയ്യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് ആ അനുഗ്രഹം അനുഭവിപ്പിക്കുന്നു, അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്രേ. അപ്പൊ ഇത് സൂറത്ത് യൂനുസിലെ 106, 107 ആയത്തുകളാണ്. ഇതിലും പറയുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളാണ്, അതുകൊണ്ട് അവയോട് പ്രാർത്ഥിച്ചത് കൊണ്ട് യാതൊരുവിധ ഫലവും ഇല്ല, മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് അക്രമമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹു ആണ് ഉപകാരവും ഉപദ്രവവും, അത് നമുക്ക് ഹൈറുണ്ടാകുന്നതും നമുക്ക് ഷർറുണ്ടാകുന്നതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തൊട്ട് ഇനി വീണ്ടും ആയത്തുകളിൽ തന്നെ പറയും വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അള്ളാഹു തന്നെ പറയാണ് വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, നേരത്തെ ആയത്തിൽ അക്രമകാരികളാണെന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. ഈ ആയത്തിൽ അള്ളാഹ് വീണ്ടും പറയാം വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നാണ്. അപ്പൊ ഏറ്റവും വഴിപിഴച്ച ആളുകളാണ് അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവർ,
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവർ, അള്ളാഹു അല്ലാത്തവരോട് അഭയം തേടുന്നവർ, അവർ അവല്ലാണ്, ഏറ്റവും വഴിപിഴച്ചവരാണ്. അവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇനിയോ ഈ പിന്നെ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അവര് മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല. വഹുമൻ ദുആഇഹിം ഗാഫിലീൻ, അവരാകട്ടെ വഹുമൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ ഈ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കാനോ ഉത്തരം ചെയ്യാനോ നമ്മുടെ പ്രയാസം മാറ്റാനോ നമുക്കൊരു ഉപകാരം ചെയ്തു തരാനോ ഒന്നും അവർക്ക് കഴിയില്ല എന്ന്. ഇനി വൈദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഇനി മാത്രമല്ല ഇവരെ ആകട്ടെ അള്ളാഹു ഇവരെ മനുഷ്യരെ എല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവർ ഇവരുടെ ശത്രുക്കളായിരിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ആരാധ്യന്മാർ ആരാധിക്കപ്പെട്ടവരുടെ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരും എന്നും, ഇവർ ആരാധന ചെയ്തിരുന്നതിനെ അവർ നിഷേധിക്കുന്നവരായിരിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അഥവാ ഇവിടെ വെച്ച് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പരലോകത്ത് വരുമ്പോൾ അവര് തന്നെ അതിനെയൊക്കെ നിഷേധിക്കും, അവര് തന്നെ ആ ഇബാദത്തിനെ നിഷേധിക്കും. അവര് അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അവര് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ എതിരായി വരുന്ന ആരാധ്യന്മാരും ആരാധിക്കപ്പെട്ടവരും എല്ലാം പരസ്പരം എതിരാകുന്ന ശത്രുക്കളായി മാറുന്ന അവസ്ഥകളാണ് പരലോകത്ത് വരാനുള്ളത്. വീണ്ടും പറയാണ്, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂഅ വയജഅലകും ഖുലഫാ അൽ അർളി. കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുകയും വിഷമം നീക്കി കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനാണോ? അതല്ല അവരുടെ ദൈവങ്ങളോ? അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല ദൈവങ്ങളുണ്ടോ? ഇലാഹും അല്ലാ, അള്ളാഹുവോടൊപ്പം വല്ല ദൈവങ്ങളുണ്ടോ? ഖലീലമ്മാ തദക്കറൂ, നിങ്ങൾ കുറച്ചു മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഞാൻ ഇത് വേഗം വായിച്ചു പോകുന്നത് ഇതൊക്കെ നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട ആവർത്തിച്ചു വരുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകളിലുമെല്ലാം അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ മനുഷ്യർ പൊതുവെ പ്രാർത്ഥിക്കുന്നത്, വിശ്വാസികളാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കഷ്ടപ്പാടുണ്ടാകുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ബാധിക്കുമ്പോഴുമാണ് സാധാരണഗതിയിൽ അധിക ആളുകളും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നത്, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? അത് പലപ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴോ യാതൊരു കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്തോ അല്ല. വളരെ മാനസിക പ്രയാസങ്ങൾ ബാധിക്കുമ്പോഴും വലിയ വലിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നു വരുമ്പോഴുമെല്ലാം അവരുടെ പ്രാർത്ഥന ആഴത്തിലുള്ള പ്രാർത്ഥനകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു ചോദിച്ചു, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു, കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുകയും വയക്ഷിഫു സൂഅ, അവന്റെ ആ വിഷമം മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നവൻ, അഥവാ അള്ളാഹുവിനെ കുറിച്ചാണ് ആ പറഞ്ഞത്, അത് അള്ളാഹു ആണ്. വയജഅലുക്കും ഖുലഫാ അൽ അർളി, നിങ്ങളെ അവൻ ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തവൻ, അത് അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുക, അവരാണോ ഇനി അവരുടെ ദൈവങ്ങളാണോ? അതായത് സാധാരണ ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളോ മറ്റുള്ള സൃഷ്ടികളോ അവരാണോ ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് ഇലാഹും അല്ലാഹ്, അള്ളാഹുവോടൊപ്പം വല്ല ദൈവങ്ങളും ഉണ്ടോ? അള്ളാഹുവിനോടൊപ്പം വല്ല സമന്മാരും ഉണ്ടോ? ഖലീലമ്മാ തദക്കറൂൻ, കുറച്ചു മാത്രമേ ഇവർ ആലോചിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെയെല്ലാം പ്രാർത്ഥന അഥവാ അള്ളാഹുവിനോടുള്ള സഹായ തേട്ടത്തിന്റെ ഒരു ഭാഗമാണ് പ്രാർത്ഥന. നമുക്ക് അടുത്ത ഒരു ഹദീസിൽ അത് കാണാം. അന്നഹു കാന ഫി സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുൻ യുദിൽ മുഅ്മിനീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വിശ്വാസികളെ എല്ലാം ഉപദ്രവിച്ചിരുന്ന ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. ഫഖാല ബഅദുഹും, അപ്പൊ വിശ്വാസികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഖൂമു ബിനാ നസ്തഈസു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാദൽ മുനാഫിഖി, നമുക്ക് ഈ മുനാഫിക്കിൽ നിന്ന്, ഈ കപട വിശ്വാസിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് നമുക്ക് പരാതി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് നമുക്ക് സഹായം തേടാം ഈ മുനാഫിക്കിനെ സംബന്ധിച്ച്. അപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി, തീർച്ചയായും എന്നോട് നിങ്ങൾ സഹായാർത്ഥന നടത്തരുത്. ഇന്നമാ യുസ്തഗാസു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനോട് മാത്രമാണ് സഹായാർത്ഥന, എന്നോട് സഹായാർത്ഥന പാടില്ല എന്നും അള്ളാഹുവിനോട് മാത്രമാണ് സഹായാർത്ഥന എന്നും അവരോട് പറയണം. അപ്പൊ അവർ ഉപയോഗിച്ച ആ പദങ്ങളെ പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അള്ളാഹുവിനോട് മാത്രം അവകാശപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അവരെ തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ സഹായം ഇസ്തിഗാസ എന്ന ഒരു പദമാണ് അവിടെ വന്നത്. അപ്പൊ ഇസ്തിഗാസ ഖുറാനും പല സ്ഥലത്ത് പ്രാർത്ഥനക്കുള്ള ഒരു പര്യായ പദമായിട്ടൊക്കെ ഇസ്തിഗാസ ഉപയോഗിച്ചിട്ടുണ്ട്. തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോഴെന്ന് ബദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളിൽ നമുക്ക് കാണാം. അപ്പൊ ഇവിടെയും ലാ യുസ്തഗാസു ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ എന്നോട് സഹായാർത്ഥന നടത്തരുത്. ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, സഹായാർത്ഥന നടത്തേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദുആഇന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ അഭയം തേടൽ. അഭയം തേടുക എന്നതിന് അറബിയില് ഇസ്തിആദ എന്നാ പറയാ. അഊദു എന്ന് നമ്മൾ പറയുന്ന അതിൽ നിന്നുള്ള ഒരു പദമാണ് ഇസ്തിആദ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, അഭയതേട്ടം, രക്ഷ ചോദിക്കുക, കാവൽ തേടൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പദമാണ്. ഇനി ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം എന്നാണ്. ഇതെല്ലാം ഒരു പ്രാർത്ഥനയുടെ, ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ഭക്തിയോടെയും ആദരവോടെയും അതേപോലെ അവന്റെ കാര്യങ്ങൾ അല്ലെ, ഒന്ന് രക്ഷ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു സഹായം കിട്ടാൻ, അതല്ലെങ്കിൽ ഒരു വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ, ഇതേപോലെ ആഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ അതൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇതെല്ലാം ശിർക്കായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അഭയതേട്ടം അള്ളാഹുവിനോടെ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിനോടെ പാടുള്ളൂ, സഹായതേട്ടം അള്ളാഹുവിനോടെ പാടുള്ളൂ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ ആയത്തുകളുടെ ഒക്കെ തഫ്സീർ. ഇനി വീണ്ടും അടുത്ത അധ്യായവും അത് തന്നെയാണ്. പിന്നെ അടുത്ത അധ്യായത്തിൽ സഹായിക്കുവാൻ അള്ളാഹു മാത്രം എന്ന തലക്കെട്ടോടു കൂടിയാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. സഹായിക്കുവാൻ അള്ളാഹു മാത്രം. ഇതെല്ലാം ഒരു ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അഭയം തേടേണ്ടത് അള്ളാഹുവിനോട്, രണ്ടാമത്തിൽ പറഞ്ഞു സഹായം തേടേണ്ടത് അള്ളാഹുവിനോട്, പിന്നെ അടുത്തത് 14-ാമത്തെ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ള സഹായിക്കുവാൻ അള്ളാഹു മാത്രം എന്നാണ്. അപ്പൊ അതിലും കൊടുത്തിരിക്കുന്ന ആയത്തുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാകുന്ന ആയത്തുകൾ. ആ യുശ്രിക്കൂന, ഷിർക്കുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത് തന്നെ പറഞ്ഞത്. ആ യുശ്രിക്കൂന മാല യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, യാതൊന്നും സൃഷ്ടിക്കാത്തവരെ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്, അങ്ങനെയുള്ളതിനെയാണോ അവർ പങ്കു ചേർക്കുന്നത്? അഥവാ അള്ളാഹുവിനോട് ആളുകൾ പങ്കു ചേർത്ത് കൊണ്ടിരിക്കുന്നത് ആരെയാണ്? അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടികളെയാണ്. അവരെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അവരെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതല്ലാതെ അവര് യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അവരെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്. വലാ യസ്തതിഊന ലഹും നസ്റ, അവരെ സഹായിക്കാനും കഴിയില്ല. അഥവാ ഈ ആരാധിക്കുന്നവരെ, ആരാധ്യന്മാരെ സഹായിക്കാൻ ഈ ആരാധിക്കപ്പെടുന്നവർക്കും കഴിയില്ല. വലാ അംഫുസഹും, ഇവർക്ക് തന്നെ സ്വയാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ ജനങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർക്ക് ജനങ്ങളെ സഹായിക്കാനും കഴിയില്ല, അവർക്ക് അവരെ തന്നെ സഹായിക്കാനും കഴിയില്ല. അഥവാ സ്വന്തം കാര്യത്തിൽ പോലും യാതൊരുവിധ ശക്തിയോ കഴിവോ ഒന്നുമില്ലാത്തവരാണ് മറ്റുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണോ നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കുന്നത്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതേപോലെ വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഇവിടെയൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അള്ളാഹു ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രം എന്ന് പറഞ്ഞിട്ടാണ്. സൃഷ്ടിക്കുന്നവൻ ഇവിടെ അയുശ്രിക്കൂന മാല യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ, ഇവർ സൃഷ്ടികളാണ്, സൃഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. അപ്പൊ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനോട് മാത്രമാണ് അഭയം തേടേണ്ടത്, സൃഷ്ടാവിനോട് മാത്രമാണ് സഹായം തേടേണ്ടത്, സൃഷ്ടാവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണം. കാരണം മറ്റുള്ളവർക്കൊന്നും ഒരു കാര്യവും ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ്. ഇനി വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഇവരൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അഥവാ അള്ളാഹുവിന് പുറമേ ഉള്ളവർ അവരെത്ര പ്രഗത്ഭരാണെങ്കിലും, അവരെത്ര മഹാന്മാരാണെങ്കിലും, അവരെത്ര ഉന്നതരായ സൃഷ്ടികളാണെങ്കിലും
മാ യംലികൂന മിൻ ഖിത്മീർ, അവരൊന്നും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരാണ്. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും, അതുകൊണ്ട് നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി അവർ കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന, അവർ നിഷേധിക്കുകയും ചെയ്യും, ബിശിർക്കിക്കും, നിങ്ങളുടെ ഈ ഷിർക്കിനെ, അഥവാ നിങ്ങൾ അവരോട് അള്ളാഹുവിനോട് പങ്കു ചേർത്തതിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഇതേപോലെ നിനക്ക് സൂക്ഷ്മമായി അറിയിച്ചു തരുന്ന മറ്റാരുമില്ല, കാര്യങ്ങൾ അറിയിച്ചു തരുന്ന മറ്റാരുമില്ല എന്നുകൂടി അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെയും പിന്നെ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഒരു ഈത്തപ്പന, അത് വളരെ നിസ്സാരമായ ഒരു വസ്തുവാണല്ലോ. മനുഷ്യരെ നിസ്സാരമായി കാണുന്ന നമ്മളൊരു ഈത്തപ്പഴം എടുത്തിട്ട് അത് പൊളിച്ച് എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ കുരു എടുത്തു കഴിഞ്ഞാൽ ആ കുരുവിന്റെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു നിസാരമായ ഒരു കട്ടി പോലും ഇല്ല, ഒരു നേർത്ത ഒരു പാട, ആ നിസാരമായ ഒരു നേർത്ത പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ് ഈ ആളുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരെ വിളിച്ചു തേടിയിട്ട് കാര്യമില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല, കേട്ടാൽ പോലും ഉത്തരം ചെയ്യാനും കഴിയില്ല. ഖിയാമത്ത് നാളിൽ അവര് തന്നെ ഇതിനെയൊക്കെ നിഷേധിക്കുകയും ചെയ്യും എന്നും അള്ളാഹു പറഞ്ഞു തരിക. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ ആളുകൾ ഇതൊന്നും അവസാനിപ്പിക്കുന്നില്ല. ഈ ഷിർക്കിലും അവിശ്വാസത്തിലും എല്ലാം കഴിഞ്ഞു പോകുന്ന പ്രവണതകൾ അന്നും ഇന്നും തുടർന്ന് വരുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇവരൊന്നും യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ പല വിഷയത്തിലും അള്ളാഹു ചില സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ താക്കീത് നൽകുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉഹദുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ തലക്ക് പരിക്ക് പറ്റുകയും തലക്ക് മുറിവേൽക്കുകയും വീണിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉളിപ്പല്ല് പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിന്നെ പ്രവാചകനെ പരിക്കേൽപ്പിച്ച അല്ലെങ്കിൽ വികാരത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, പ്രവാചകന്റെ തലക്ക് മുറിവേൽപ്പിച്ച ഒരു സമൂഹം എങ്ങനെ വിജയിക്കും എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോ വിശുദ്ധ ഖുർആനിലെ പിന്നെ 3-ാം അധ്യായത്തിലെ 128-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നിനക്ക് കാര്യത്തിൽ യാതൊരു അവകാശവും ഇല്ല. ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും തീരുമാനിക്കാൻ നിനക്കൊരു അവകാശവും ഇല്ല എന്നൊരായത്തിറങ്ങി. ഇതിന്റെ അവതരണ പശ്ചാത്തലങ്ങൾ കുറെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പല തഫ്സീറില്. ഇപ്പോ ഉഹദിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്കെതിരെ പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ലഅൻ ഫുലാനൻ വ ഫുലാനൻ, അള്ളാഹുവെ ഇന്ന വ്യക്തികളെ നീ ശപിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തില്, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തില് പിന്നെ ഇഅ്തിദാലിന് ശേഷമൊക്കെയുള്ള സന്ദർഭത്തിൽ പ്രത്യേകമായി എടുത്ത് ചില വ്യക്തികളുടെയൊക്കെ പേര്, സഫ്വാൻ ബിൻ ഉമയ്യ, സുഹൈൽ ബിൻ അംർ, അൽ ഹാരിസ് ബിൻ ഹിഷാം, ഇങ്ങനെ ഉള്ള ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ പ്രാർത്ഥിച്ചിരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ ആ സന്ദർഭത്തിലും ഈ ഖുറാന്റെ ആയത്ത് അഥവാ ലൈസ ലക മിനൽ അംരി ഷൈഉൻ, നിനക്ക് ആ കാര്യത്തിൽ യാതൊരു അവകാശവുമില്ല. ഇതിനെ തുടർന്ന് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കാം, അവരെ തൗബ സ്വീകരിക്കാം. ഇനി അതല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം. അപ്പൊ നീ ആ വിഷയത്തിൽ നിനക്ക് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാനോ അല്ലെങ്കിൽ നിന്റെ തീരുമാനം അനുസരിച്ചോ അല്ല കാര്യങ്ങള് ഇത് വസ്തുത എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അത് ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും. അഥവാ വിശ്വാസികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പിന്നെ പിന്നെ പ്രാധാന്യമുള്ള അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു നേതാവ് വിശ്വാസികൾക്ക് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുന്നത്, സംഭവിക്കുന്നത്, ജയിക്കുന്നത്, പരാജയപ്പെടുന്നത്, അതേപോലെ പരിക്കേൽക്കുന്നത്, രക്ഷപ്പെടുന്നത്, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പെട്ടതാണ്. അതിൽ ഒരാൾക്കും യാതൊരു പങ്കും ഇല്ല എന്ന് പിന്നെ ബോധ്യപ്പെടുത്തുന്ന, ഉപദേശിക്കുന്ന
ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പല സന്ദർഭങ്ങളിൽ സ്വഹാബത്തിനെയും അതേപോലെ മക്കളെയും എല്ലാം കുടുംബക്കാരെയും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇഷ്തറു അൻഫുസകും മിനല്ലാഹ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ അള്ളാഹുവിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുക. ലാ ഉഗ്നി ലാ ഉഗന്നി അൻകും മിനല്ലാഹി ഷൈഅ. അള്ളാഹുവിൽ നിന്ന് യാതൊരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, കുടുംബക്കാരോട് പറയുന്ന, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും സ്വന്തം മകളോട് കിത്താത്ത് കബദി ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, അതുകൊണ്ട് ഫാത്തിമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നീ സലീനി മിൻ മാലി, എന്റെ സമ്പത്തിൽ നിന്ന് വല്ലതും വേണമെങ്കിൽ നീ ചോദിച്ചോ, അത് ഞാൻ നിനക്ക് വേണമെങ്കിൽ തരാം. പക്ഷെ നാളെ അള്ളാഹുവിന്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പൊ ഇതെല്ലാം ഇവിടെ ഈ അധ്യായത്തിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, പൊതുവെ ജനങ്ങള് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ആളുകൾ പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ഒക്കെ ഒന്നില്ലെങ്കിൽ പരലോകത്ത് രക്ഷ കിട്ടാൻ, ശുപാർശ കിട്ടാൻ, അതല്ലെങ്കിൽ നരകമോചനം കിട്ടാൻ, അതല്ലെങ്കിൽ ദുനിയാവിലെ ഏതെങ്കിലും പിന്നെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങേറുകൾ മാറാനും ഒക്കെയാണ്. പക്ഷെ ഇതില് ആർക്കും ഒരു സൃഷ്ടിക്കും യാതൊരു അവകാശവും ഇല്ല. അവരൊന്നും ഇതൊന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത്തരം നന്മകളോ തിന്മകളോ ഉടമപ്പെടുത്തിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ കൈകളിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത്, ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത്, ഇസ്തിആദ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത്, ദുആ അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ നേർച്ചകളൊക്കെ അള്ളാഹുവിന് മാത്രം. ഇതൊക്കെ അള്ളാഹുവിന് മാത്രം പരിപൂർണമാക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ തൗഹീദ് നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ നാവിലും നമ്മുടെ കർമ്മത്തിലുമൊക്കെ പൂർണ്ണമാവുകയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയും, അപ്പൊ ഇത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കൂടി വേണ്ടിയാണ് ഇത്തരം അധ്യായങ്ങൾ നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആയത്തുകൾ നന്നായിട്ട് നമ്മൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി, നന്നായിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തൗഹീദിന്റെ ധാരാളം ആയത്തുകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു പോയത്. ഇതിന്റെയൊക്കെ തെളിവുകൾ സഹിതം പഠിക്കുവാനുള്ള അവസരമാണ് ഈ കിതാബ് തൗഹീദിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്നത്. ആ തൗഹീദ് കൂടുതൽ വിശാലമായി കൃത്യമായി ഹൃദയത്തിൽ ചേർത്ത് വെക്കാനും അത് ദുനിയാവിലും പരലോകത്തും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ഒരു തൗഹീദായി, അത് ഹിദായത്തായി ദുനിയാവിലും പരലോകത്തും വിജയം നേടാനുള്ള അവസരങ്ങളായി മാറാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.